എയുടെയും ബിയുടെയും വയസ്സുകൾ 8:15 എന്ന അനുപാതത്തിലാണ്. 9 വർഷം കഴിയുമ്പോൾ വയസ്സ് 11:8 എന്ന റേഷ്യോയിലാകും. എങ്കിൽ ബിയുടെ വയസ്സ് എത്ര? എക്കും ബിക്കും പകരം ഓരോരുത്തർ പേരൊക്കെ ആയിരിക്കും തരിക. എന്തായാലും നമുക്ക് എ എന്നുള്ള എഴുതാം, ബി എന്ന് എഴുതി. നമ്മൾ ഇപ്പോഴത്തെ വയസ്സിൻ്റെ റേഷ്യോ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം, 8:15. ഇനി 9 വർഷം കഴിയുമ്പോൾ അവരുടെ വയസ്സിൻ്റെ റേഷ്യോ 11:18 ആകും. എങ്കിൽ ബിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? ഇവിടെ ഈ 8ഉം 11 തമ്മിൽ എത്ര ഡിഫറൻസ് നോക്കാം. റേഷ്യോ തമ്മിൽ 3 നമ്പറിൻ്റെ വ്യത്യാസമുണ്ട്. 15ഉം 18ഉം തമ്മിൽ അതുപോലെ 3 നമ്പറിൻ്റെ വ്യത്യാസമുണ്ട്. 3 നമ്പറിൻ്റെ വ്യത്യാസം കാരണം ഈ 9 വർഷമാണ്. അങ്ങനെയാണെങ്കിൽ 1 എത്ര നോക്കാം. 3 9 ആണെങ്കിൽ 1 9/3 1 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. പിന്നെ എയുടെ ഇപ്പോഴത്തെ വയസ്സ് കാണാൻ വേണ്ടിയിട്ട് എന്റെ റേഷ്യോയിൽ 8ആണ് തന്നിരിക്കുന്നത്. 8 × 3 24 വയസ്സ്. ബിയുടെ വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ 15 × 3. എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിൽ 5:6 എന്ന റേഷ്യോയിലാണ്. 7 വർഷം കഴിയുമ്പോൾ വയസ്സുകൾ 6:7 എന്ന റേഷ്യോയിലാകും. എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? എ ബി എന്ന് എഴുതുന്നു. എയുടെയും ബിയുടെയും റേഷ്യോസിനെ അവിടെ എഴുതുന്നു, 5:6. 7 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ് 6:7 എന്ന റേഷ്യോയാണ് ഇവിടെ എഴുതുന്നു. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 1 ഈ 1 ഡിഫറൻസ് വരാൻ കാരണം 7 വർഷമാണ്. റേഷ്യോയിൽ 1 എന്ന് പറഞ്ഞാൽ 7 അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എയുടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ എയുടെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ 5 × 7 ചെയ്താൽ 1 7 ആണെങ്കിൽ 5 എത്ര ആവും? 5 × 7 35. ഇനി ബിയുടെ വയസ്സാണ് ചോദിച്ചെങ്കിൽ 6 × 7 32. എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിൽ 5:6 എന്ന റേഷ്യോയിലാണ്. 7 വർഷം കഴിയുമ്പോൾ വയസ്സുകൾ 6:7 എന്ന റേഷ്യോയിലാകും. എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? ഇനി ഇത് മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. 10 വർഷം മുമ്പ് എയുടെയും ബിയുടെയും വയസ്സുകൾ തമ്മിൽ 3:6 എന്ന റേഷ്യോയിലാണ്. അവരുടെ ഇപ്പോഴത്തെ വയസ്സുകൾ 5:8 എന്ന റേഷ്യോയിലാകും. എയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നേരത്തെ തന്നിരുന്നത് ഇപ്പോഴത്തെ വയസ്സ് തന്നിട്ട് കുറച്ച് വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചത്. ക്വസ്റ്റ്യനിൽ നേരെ തിരിച്ച് കുറച്ച് വർഷം മുമ്പത്തെ വയസ്സ് തന്നിട്ട് ഇപ്പോഴത്തെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചത്. അപ്പോൾ എന്ത് തന്നാലും നമുക്ക് പ്രശ്നമില്ല. നമ്മളിവിടെ എ എഴുതുന്നു, ബി എഴുതുന്നു. എയുടെയും ബിയുടെയും 10 വർഷം മുമ്പുള്ള വയസ്സുകൾ റേഷ്യോ 3:6 എന്നിവിടെ എഴുതുന്നു. ഇപ്പോഴത്തെ വയസ്സുകളുടെ റേഷ്യോ 5:8 എന്ന് എഴുതുന്നു. അപ്പം ഇവിടെ തന്നിരിക്കുന്ന വർഷം 10 ആണ്. 10 വർഷം മുമ്പത്തെ വയസ്സ്. ഇനി ഇവ തമ്മിലുള്ള ഗ്യാപ്പ് നമ്മൾ നോക്കുന്നു. ഗ്യാപ്പ് 2 ആണ്. ഇവ തമ്മിലുള്ള ഗ്യാപ്പ് 2 ആണ്. ഈ 2ൽ മാറ്റം വരാൻ കാരണം ഈ 10 വർഷമാണ്. അപ്പോൾ റേഷ്യോയിൽ 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ റേഷ്യോയിൽ 1 എന്ന് പറഞ്ഞാൽ 10/2 5 അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ഇപ്പോഴത്തെ വയസ്സ്. അപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ വയസ്സ് പറയുമ്പോൾ ഈ റേഷ്യോനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ 5 × 5 25. ബിയുടെ ഇപ്പോഴത്തെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ 8 × 5 40. ഇനി 10 വർഷം മുമ്പുള്ള അവരുടെ വയസ്സാണ് ചോദിച്ചതെങ്കിൽ റേഷ്യോ 3:6 ആണ്. അപ്പോൾ 3 × 5 15, 6 × 5 30 ആയിരിക്കും. റഹീമിൻ്റെ വയസ്സ് സലീമിൻ്റെ 4 ഇരട്ടിയാണ് ഇപ്പോൾ. 5 വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ വയസ്സ് സലീമിൻ്റെ 3 മടങ്ങാവും. എങ്കിൽ റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? പ്രോബ്ലം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ ഞാനിവിടെ റഹീമിൻ്റെ വയസ്സിന് റ എന്നും സലീമിൻ്റെ വയസ്സിന് സ എന്നും എഴുതി. നേരത്തെ നമ്മൾ എയും ബിയും ആയിരുന്നു എഴുതിയിരുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. റഹീമിൻ്റെ വയസ്സ് സലീമിൻ്റെ 4 ഇരട്ടി. അപ്പോൾ സലീമിന് 1 വയസ്സാണെങ്കിൽ റഹീമിന് 4 വയസ്സുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ റേഷ്യോ ഇങ്ങോട്ട് തന്നിരുന്നു. ഇവിടെ നമ്മൾ റേഷ്യോ അതിൽ നിന്ന് അസ്യൂം ചെയ്തെടുക്കുകയാണ്. ഇനി 5 വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ വയസ്സ് സലീമിൻ്റെ 3 മടങ്ങാവും. 5 വർഷം കഴിയുമ്പോൾ റഹീമിൻ്റെ വയസ്സാണ് കൂടുതലാണ്. അപ്പോൾ സലീമിൻ്റെ വയസ്സ് 1, റഹീമിൻ്റെ വയസ്സ് 3, കാരണം 3 മടങ്ങാവെന്ന് പറഞ്ഞാൽ ഈ രീതിയിൽ എടുത്തു നമ്മൾ. ഇനി ഇവിടെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ
5 വർഷമാണ്. 5 വർഷം കഴിയുമ്പോഴാണ് ഈ ഡിഫറൻസ് വരുന്നത്. നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു, ഇവ തമ്മിലുള്ള ഗ്യാപ്പായിരുന്നു നമ്മൾ നോക്കിയിരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇവ തമ്മിലുള്ള ഗ്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ 1 ഗ്യാപ്പ്, ഇവിടെ 1 അതിൻ്റെ ഈ സൈഡിൽ ഗ്യാപ്പില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഈ റിലേഷൻ തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നോക്കാം. 3:3:1 ആണെങ്കിൽ തമ്മിലുള്ള വ്യത്യാസം 2ആണ്. ഇവിടെ 4:1 ആണെങ്കിൽ ഇവ തമ്മിലുള്ള വ്യത്യാസം 3ആണ്. ഇനി ഈ 2നെ കൊണ്ടും ഈ 3നെ കൊണ്ടും ഓപ്പോസിറ്റുള്ള ഓരോ നമ്പറിനെയും നമ്മൾ റേഷ്യോയിലുള്ള ഓരോ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. ഈ 2 കൊണ്ട് 4നെ മൾട്ടിപ്ലൈ ചെയ്യും, 1നെ മൾട്ടിപ്ലൈ ചെയ്യും. ഇപ്പോൾ 2 × 4 8 ഞാനിവിടെ എഴുതി, 1 × 2 2 ഞാനിവിടെ എഴുതി. ഓക്കെ. ഇനി അതേപോലെ ഈ 3നെ കൊണ്ട് ഈ 1നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3നെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 3 9, 3 × 1 3. നമ്മളൊരു പുതിയ റേഷ്യോ ഇതിന് ജനറേറ്റ് ചെയ്തെടുത്തു. ഇനി ഇവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 2, 3 തമ്മിൽ ഡിഫറൻസ് 1, 8, 9 തമ്മിൽ ഡിഫറൻസ് 1. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച നേരത്തെ പ്രോബ്ലത്തിൽ ഇതേ റേഷ്യോൻ്റെ ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഗ്യാപ്പ് സെയിം ആയാലും മാത്രമേ നമുക്ക് പ്രോബ്ലത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവിടെ ഡിഫറൻസ് 1ആണ്. നമുക്ക് ഉണ്ടായ വർഷത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ 5ആണ്. അപ്പോൾ ഈ റേഷ്യോയിലെ നമുക്ക് കിട്ടിയ ഡിഫറൻസ് 1ആണ് 5 വർഷത്തിൽ മാറ്റം. 1 ഈ റേഷ്യോയിൽ 1 എന്ന് പറഞ്ഞാൽ 5 ആണെങ്കിൽ നമുക്ക് ഇവരുടെ വയസ്സുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ വയസ്സ് റഹീമിൻ്റെ ഇപ്പോഴത്തെ വയസ്സ് കണ്ടുപിടിക്കുക എന്നാൽ ഇതാണല്ലോ നമ്മളെ റഹീം, ഇത് സലീം. ഇവിടെ 8ആണ്. 8 × 5 = 40 വയസ്സ് റഹീമിനും സലീമിന് 2 × 5 10 വയസ്സ്. നമ്മൾ ആൻസർ റഹീമിൻ്റെ വയസ്സ് ചോദിച്ചത് 40ആണ്. ഇനി 5 വർഷം കഴിഞ്ഞിട്ടുള്ള വയസ്സാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞതെങ്കിൽ ഇവിടെ 9 × 5 ചെയ്താൽ 45, 3 × 5 ചെയ്താൽ 15. ഇവർ തമ്മിൽ 1:3ൻ്റെ വ്യത്യാസമുണ്ട്. ഇവർ തമ്മിൽ 1:4ൻ്റെ ഇതുണ്ട്. അപ്പോൾ നമ്മൾ ആൻസർ റെഡിയാണ്.